NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു ടീച്ചർക്ക് പഴയന്നൂരിൽ സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ, ജനറൽ സെക്രട്ടറിമാരായ TC പ്രകാശൻ, K ബാലകൃഷ്ണൻ, ഏരിയ പ്രസിഡന്റ് സജിത് അങ്കപ്പൻ, മണ്ഡലം സെക്രട്ടറിമാരായ P കൃഷ്ണകുമാർ, വിലാസിനി ഗംഗാധരൻ, SC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് OP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം ട്രഷറർ P അജീഷ്, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് നന്ദനൻ, KP വിജയകുമാർ, R മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. പേടിക്കണ്ട, ആരെ ഉപദ്രവിക്കത്തില്ല, എല്ലാവരെയും നന്നാക്കാനാണ് നമ്മളുടെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടു. കാര്യത്തിൽ വിജയിക്കുമോ എന്ന് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? വിജയിക്കും, അത് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇന്നലെ എന്നോട് പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത്. അതൊക്കെ എല്ലാവരും കേട്ടതാണ്. അപ്പോൾ മോദിജിയുടെ ഗ്യാരണ്ടി, മോദിജിയുടെ സബ്കാ വികാസ് സബ്കെ സാത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ ആദർശം, അദ്ദേഹത്തിൻ്റെ സങ്കല്പം. അപ്പോൾ അത് പ്രകാരം നമ്മളുടെ ആലത്തൂരിനെ നമ്മൾ ശരിയായ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ആലത്തൂരാക്കി മാറ്റും. ഇക്കണ്ട കാലം മുഴുവനും കഴിഞ്ഞ 5 വർഷം ഒരു MP ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്ത് ചെയ്തു ആലത്തൂരിന് വേണ്ടിയിട്ട്? കുറേ കോടികൾ ഞാൻ ചിലവഴിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കേന്ദ്രം ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അവരുടെ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. അത് വെറും സ്റ്റണ്ടാണ്. പിന്നെ നമ്മുടെ മറ്റേ ഇതിൻ്റെ സ്ഥാനാർത്ഥി ഈ കേരളം തന്നെ ഒരു കുട്ടിച്ചോറാക്കിയ ആൾക്കാരെല്ലാം ദാരിദ്ര്യത്തിൽ താക്കി, കാശും ഇല്ല ഒന്നുമില്ലാത്ത ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന ഒരാൾ മോളിൽ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് അതൊന്നും ഇനി നടക്കില്ല, അതൊക്കെ കഴിഞ്ഞ കഥ. ഇനി വരാൻ പോകുന്നത് മോദി യുഗം തന്നെയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതാണ്. അത് തന്നെയാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മോദിക്ക് ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി പ്രകാരം നമ്മുടെ ആലത്തൂരിന് വേണ്ടിയിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും.